വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 0.83% ഇടിഞ്ഞെങ്കിലും കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ പോസിറ്റീവ് ക്ലോസിംഗ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അമേരിക്കയുടെ നാസ്ഡാക്ക് ഇൻഡെക്സ് 1.7%, S&P 1.26%, ഡോ ജോൺസ് 0.83% ഉയർന്നു. വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് 0.83% ഇടിഞ്ഞ് 23,989 അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 24,000, 24,200 തുടങ്ങിയ ലെവലുകൾ മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി വരും ദിവസങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യും. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വെള്ളിയാഴ്ചയും 4,227 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 820 കോടി രൂപയുടെ നെറ്റ് ബൈയിങ് ആണ് നടത്തിയത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. FMCG സെക്ടറിലെ കമ്പനികളുടെയും ബാങ്കിംഗ് സെക്ടറിലെ കമ്പനികളുടെയും Q3 ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഈ ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിൽ ഈ രണ്ട് സെക്ടറിലെ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. FMCG സെക്ടറിൽ ഡാബറിൻ്റെയും മാരിക്കോയുടെയും Q3 ബിസിനസ് അപ്ഡേറ്റ് ആണ് പുറത്തു വന്നത്. ഡാബറിൻ്റെ Q3 ബിസിനസ് അപ്ഡേറ്റിൽ ലോ സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് വേണം തേർഡ് ക്വാർട്ടറിൽ നമ്മൾ ഡാബർ എന്ന കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. RVNL എന്ന കമ്പനിക്ക് ഇന്റേണൽ ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നതിന് വേണ്ടി വിശാഖപട്ടണം പോർട്ട് അതോറിറ്റിയുമായി ചേർന്ന് ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ RVNL എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ബാങ്ക് ഓഫ് ബറോഡയുടെ Q3 ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നു. ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റ് 9.23% വർദ്ധിച്ച് 11.66 ലക്ഷം കോടിയായി മാറുകയും ഗ്ലോബൽ അഡ്വാൻസ് 11.65% വർദ്ധിച്ച് 11.71 ലക്ഷം കോടിയായി ഉയരുകയും ചെയ്തു. വേദാന്തയുടെ പ്രൊഡക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ക്വാർട്ടർലി പ്രൊഡക്ഷനിൽ അലൂമിനിയം പ്രൊഡക്ഷൻ Q3 7%, സിങ്ക് പ്രൊഡക്ഷൻ 12%, ടോട്ടൽ മെറ്റൽ പ്രൊഡക്ഷൻ 12%-മാണ് ഉയർന്നിരിക്കുന്നത്. JSW എനർജി എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പ്രൊക്യൂർ ചെയ്തതിന് ശേഷം സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ JSW എനർജിക്ക് നൽകേണ്ട താരിഫ് ഇതുവരെയും നൽകിയിട്ടില്ല. SCCAയുമായി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പ്രൊക്യൂർ ചെയ്യുന്നതിൽ വന്ന കാലതാമസം മൂലമാണ് സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ JSW എനർജിക്ക് താരിഫ് നൽകാത്തത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ JSW എനർജി ഒരു അപ്പീലിന് പോവുകയാണ്. ഇത് JSW എനർജിയെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് എന്ന കമ്പനി ലാൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ബാംഗ്ലൂരിൽ 20 ഏക്കർ ലാൻഡ് അക്വയർ ചെയ്തു. ഈ ലാൻഡിൻ്റെ ടോട്ടൽ GDV 2,700 കോടിയാണ്. റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ബ്രിഗേഡ് എൻ്റർപ്രൈസസ് ലാൻഡ് അക്വിസിഷൻ നടത്തിയിരിക്കുന്നത്. മാരിക്കോയുടെ Q3 ബിസിനസ് അപ്ഡേറ്റിൽ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ മിഡ് ഡബിൾ ഡിജിറ്റ് അല്ലെങ്കിൽ മിഡ് ഡിജിറ്റ് റവന്യൂ ഗ്രോത്തും ഇന്ത്യൻ ബിസിനസ്സിൽ ഇയർ ഓൺ ഇയറിൽ സിംഗിൾ ഡിജിറ്റ് ഗ്രോത്തുമാണ് പ്രതീക്ഷിക്കുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ Q3 ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടോട്ടൽ ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റ് 13.3% വർദ്ധിച്ച് 6.8 ലക്ഷം കോടിയായി മാറി. ടോട്ടൽ ഡൊമസ്റ്റിക് അഡ്വാൻസ് 15% വർദ്ധിച്ച് 4.8 ലക്ഷത്തിൽ നിന്നും 5.5 ലക്ഷമായി ഉയർന്നു. ധനലക്ഷ്മി ബാങ്കിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റ് 5% വർദ്ധിച്ച് 15,067 കോടിയായി മാറിയിട്ടുണ്ട്. ടോട്ടൽ ബിസിനസ് 7.3% വളർച്ച കൈവരിച്ച് 26,443 കോടിയായി മാറുകയും ടോട്ടൽ അഡ്വാൻസ് 10% വളർന്ന് 11,376 കോടിയായി മാറുകയും ചെയ്തു. DCX സിസ്റ്റം എന്ന സ്റ്റോക്കിന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇസ്രായേൽ ബേസ്ഡ് കമ്പനിയായ എൽട്ടയിൽ നിന്നും വെപ്പൺ സിസ്റ്റം, മൊഡ്യൂൾ അസംബ്ലി എന്നിവ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 483 കോടി രൂപയുടെ ഓർഡർ DCX സിസ്റ്റം എന്ന കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. യൂക്കോ ബാങ്കിനെയും ബിസിനസ് അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഫോക്കസ് ചെയ്യാം. ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റ് 7% വർദ്ധിച്ച് 2.7 ലക്ഷം കോടിയായി മാറിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് അഡ്വാൻസ് 18.8% വർദ്ധിച്ച് 1.8 ലക്ഷം കോടിയായി രേഖപ്പെടുത്തുകയും ബാങ്കിൻ്റെ കാസ റേഷ്യോ 37.96%-മായി ഉയരുകയും ചെയ്തു. JSW എനർജി എന്ന കമ്പനിക്ക് കണ്ടെയ്നർ ട്രെയിൻ ഓപ്പറേറ്റ് ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി കമ്പനി റെയിൽവേ അഡ്മിനിസ്ട്രേഷനുമായി ചേർന്ന് ഒരു കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു. അതുകൊണ്ട് JSW ഇൻഫ്ര എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. HDFC ബാങ്കിൻ്റെയും ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. HDFC ബാങ്കിൽ ഡെപ്പോസിറ്റിൽ ഒരു ഫ്ലാറ്റാണ് കാണുന്നത്. 3%-ഓളം ഗ്രോത്ത് ഇയർ ഓൺ ഇയറിൽ കൈവരിച്ച് ഡെപ്പോസിറ്റ് 25.42 ലക്ഷം കോടിയായി മാറി. ടോട്ടൽ ഡെപ്പോസിറ്റ് 15.8% ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും ബാങ്കിൻ്റെ കാസ റേഷ്യോ 4.4% ഉയരുകയും ചെയ്തു. NTPC ഗ്രീൻ എനർജി എന്ന കമ്പനിക്ക് 1000 മെഗാവാട്ട് ശേഷിയുള്ള ഒരു സോളാർ EPC പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. KNR കൺസ്ട്രക്ഷൻ എന്ന കമ്പനിക്ക് 198 കോടി രൂപയുടെ ഒരു വർക്ക് ഓർഡർ ലഭിച്ചു. ആന്ധ്ര പേപ്പർ എന്ന കമ്പനിയിൽ നടക്കുന്ന ലേബർ യൂണിയൻ സ്ട്രൈക്ക് മൂലം കമ്പനിയുടെ ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ ലോസ് 510 മെട്രിക് ടണ്ണായി രേഖപ്പെടുത്തി. റീറ്റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളായ
ഡി മാർട്ട്, വിശാൽ മെഗാ മാർട്ട്, ബസാർ സ്റ്റൈൽ റീറ്റെയിൽ തുടങ്ങിയ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ബസാർ സ്റ്റൈൽ റീറ്റെയിലിൻ്റെ Q3 ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ കമ്പനിയുടെ സ്റ്റാൻഡ് അലോൺ റവന്യൂ 24% വർദ്ധിച്ച് 412 കോടിയായി മാറുകയും സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് 30% വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബജാജ് ഹൗസിംഗ് ഫിനാൻസിനെയും ബിസിനസ് അപ്ഡേറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 26% വർദ്ധിച്ച് 1.08 ലക്ഷം കോടിയായി മാറി. ലോൺ അസറ്റ് 95,950 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു. L&T ഫിനാൻസ് എന്ന കമ്പനിയുടെ റിറ്റെയിൽ ലോൺ ബുക്ക് 23% വർദ്ധിച്ച് 92,200 കോടിയായി മാറി. റിറ്റെയിൽ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് 4% വർദ്ധിച്ച് 15,170 കോടിയായി മാറുകയും അർബൻ ഫിനാൻസ് സെഗ്മെൻറ്റ് 6,520 കോടി രൂപയുടെ മാക്സിമം ലോൺ ഇതുവരെ ഇഷ്യൂ ചെയ്യുകയും ചെയ്തു. ദീപ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിക്ക് ONGCയുടെ സൈഡിൽ നിന്നും 100 മെട്രിക് ടൺ വർക്ക് ഓവർ റിഗ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 90 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ RPG ലൈഫ് സയൻസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. നവി മുംബൈയിലുള്ള കമ്പനിയുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ ഫയർ ഇൻസിഡൻറ്റ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് RPG ലൈഫ് സയൻസ് എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്